നമുക്ക് ഏതെങ്കിലും ഒരു അസുഖത്തിന് ഉം, സാധാ ഇൻഫെക്ഷനോ ഫുഡ് പോയിസണിങ് ഉള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ, ആ, കുടലിൻ്റെ പ്രവർത്തനത്തിനെ ത്വരിതപ്പെടുത്താൻ വേണ്ടി നിരന്തരമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ നിർത്തുമ്പം വീണ്ടും അത് വീണ്ടും അപ്പിയർ ചെയ്യുക, വീണ്ടും പ്രയാസങ്ങൾ അപ്പിയർ ചെയ്യുക. അതുകൊണ്ട് ചിലവർ ഞാൻ ഇത്രയും കാലം മരുന്ന് കഴിച്ചു, 3 മാസമായിട്ട് മരുന്ന് കഴിച്ചു, ഫലത്തിൽ മാറുന്നില്ലല്ലോ എന്നുള്ള പരാതികളൊക്കെ രോഗികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാം. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പറയാറുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടെന്നാണ് ഈ അസുഖം നിയന്ത്രണ വിധേയമായി നടത്തുന്നത്. മരുന്ന് നിർത്തുമ്പോഴത്തേക്ക് ആ നിയന്ത്രണം പോവുകയും വീണ്ടും ഈ പ്രയാസത്തിലോട്ട് വരികയും ചെയ്യും. അപ്പോൾ ഏത് തരത്തിലുള്ള മെഡിസിൻ ആവട്ടെ, ഒരു ദഹനത്തിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻ്റ് ആവട്ടെ, അതിനുണ്ട് ഈ കുടലിലെ ചലനത്തിന് വേണ്ടിയുള്ള ആ ഒരു മരുന്നാവട്ടെ, അല്ലെങ്കിൽ അസിഡിറ്റി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളാകട്ടെ, ചിലപ്പോൾ നിരന്തരമായിട്ട് കഴിക്കേണ്ടി വന്നേക്കുക. അതുപോലെ തന്നെ ഈ അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് അഥവാ ഇൻഫ്ലമേറ്ററി ബowel ഡിസീസ് എന്ന പൊതുവായ ഗണത്തിൽപ്പെടുന്ന തരത്തിലുള്ള അസുഖങ്ങളുണ്ട്. അത് ലൈഫ് ലോങ് ആണ് മെഡിസിൻ കഴിക്കുന്നത്. ചിലപ്പം ഒരു ഘട്ടത്തിൽ ഈ മരുന്നിൻ്റെ തോത് കൂട്ടുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് നമ്മൾ തോത് നിയന്ത്രിക്കുകയോ ചെയ്യേണ്ട അവസ്ഥകൾ വരാറുണ്ട്. ചിലപ്പോൾ ഒരു മരുന്ന് പ്രവർത്തിക്കാത്ത വരുന്ന ഒരവസ്ഥ വരാറുണ്ട്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ അതിൻ്റെ നെക്സ്റ്റ് ഡേ മാനേജ് ഫോർ എക്സാമ്പിൾ ക്രോൺസ് ഡിസീസ് കൊടുക്കുക, ഒരു ഫസ്റ്റ് ലൈൻ തെറാപ്പി ഒരു പക്ഷേ ഫെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്സ്റ്റ് ലൈനായിട്ടുള്ള ഇമ്മ്യൂണോ സപ്രസൻസ്, അതായത് ശരീരത്തിലെ നമുക്ക് എതിരായിട്ട് തന്നെ ഈ ഇമ്മ്യൂണിറ്റി പ്രവർത്തിക്കുമ്പോൾ അത് അപകടാവസ്ഥയിലോട്ട് പോകുമ്പോഴാണ് ഈ ഇമ്മ്യൂണോ സപ്രസൻസ് കൊടുത്തിട്ട് ചിലപ്പോൾ സ്റ്റീറോയിഡ്സ് കൊടുക്കേണ്ടി. അങ്ങനെയൊക്കെയുള്ള അടുത്ത ലൈനിലോട്ടുള്ള മരുന്നുകൾ ചിലപ്പോൾ ആവശ്യമായിട്ട് വന്നു. അത് ട്രീറ്റ്മെൻറ്റ് ഫെയിലറായിട്ട് കാണേണ്ടതില്ല. അതൊരു ട്രീറ്റ്മെൻറ്റ് നെസസിറ്റി ആയിട്ട്, അതായത് അടുത്ത ഘട്ടത്തിലോട്ട് പോയത് കൊണ്ട് അല്ലാത്തത് കൊണ്ടിട്ട് അടുത്ത ഘട്ടത്തിലോട്ട് പോവുകയാണെന്നും. ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ മെക്കാനിസം, എന്തുകൊണ്ടാണ് ഈ അസുഖം ഉണ്ടാകുന്നതെന്നും അതിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നും ശരിക്കും രോഗികളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ പെർസീവ് ചെയ്യും. പക്ഷെ അത് മനസ്സിലാക്കാതെ മരുന്ന് കഴിച്ചിട്ട് ഒരു പക്ഷേ അത് മരുന്ന് കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് വീണ്ടും അടുത്ത ഘട്ടത്തിലോട്ട് പോവുകയും ആ ഘട്ടം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്ന ഒരു പക്ഷേ ഫെയിലുകളുണ്ട്. അപ്പം ഇത് രോഗിയെ ഈ രോഗാവസ്ഥ എന്നാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ലാംഗ്വേജിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഗുണപാഠം എന്ന് പറയുന്നത്.